ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പാനിപ്പൂരി വീട്ടിൽ റെഡിയാക്കാൻ പോവാണ്. എങ്ങനെ തീരുമെന്നൊന്നും ഒരു ധാരണയില്ല, കാരണം ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ തന്നെ ആദ്യം തന്നെ ഇതുപോലൊരു പാക്കറ്റ് പാനിപ്പൂരിയുടെ കിറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവൈലബിൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചെറിയ കടകളൊന്നും ഇല്ല, പക്ഷേ അടുത്തുള്ള വേറൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് തിരക്കിയപ്പോൾ ഇത് കിട്ടി. അപ്പോൾ 85 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ കാണാം. ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് മിൻറ്റ് പാനി പൗഡറാണ്. അടുത്ത പാക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് സീസണിങ് ഫോർ മാഷ്ഡ് പൊട്ടറ്റോസ് എന്നാണ്. അപ്പോൾ പുഴുങ്ങിയ പൊട്ടറ്റോസിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിയാണ്. അടുത്തൊരു പാക്കറ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് ടമറിൻ ഡേറ്റ്സ് ചട്നിയാണ്. അത് നമ്മുടെ ഇത് ഫില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ സോസ് പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ അതോടെ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, ഹൗ ടു കുക്ക് എന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിന് ബേസിക്കായിട്ട് വേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പൊട്ടറ്റോസ് വേണം, തക്കാളി വേണം, മല്ലിയില വേണം, അതുപോലെ തന്നെ സവാള വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട് ഇതിൻ്റെ ഒരു മേക്കിങ്ങിന് വേണ്ടിയിട്ട്. കിഴങ്ങ് കഴുകി വൃത്തിയാക്കി പുഴുങ്ങാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ടൊമാറ്റോയും ഒണിയനും കുനുകുനാന്നരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചു. അതുപോലെ തന്നെ മല്ലിയിലയും അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നത്തേക്കിന് ആവശ്യമുണ്ട്. തൽക്കാലം പൊട്ടറ്റോ നല്ലതായിട്ട് ഒന്ന് വെന്ത് നല്ലൊരു പരുവായിട്ട് വരണം. അപ്പോൾ അതിനുശേഷം ഈ പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എടുത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലൊരു പൗഡർ നമ്മൾ പറയുന്നുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് പുഴുങ്ങിയ പൊട്ടറ്റോയ്ക്ക് ചേർക്കുന്ന ഒരു പൗഡർ ഉണ്ട്. അപ്പോൾ ആ പൗഡർ ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം ചെയ്യുന്നത് കേട്ടോ. അതായത് പൊട്ടറ്റോയും അതുപോലെ ഓണിയനും ടൊമാറ്റോയും മല്ലിയില അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയില ഇതെല്ലാം. അതിനുശേഷം ഒരു കവറിനകത്ത് പാനിപ്പൂരി പെല്ലറ്റ്സ് ഉണ്ട്. അതെടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതായത് നമുക്ക് കിട്ടുന്ന ഈ പാനിപ്പൂരിയുടെ ഷേപ്പ് വരും. അപ്പോൾ 10 വലിയ പെല്ലറ്റ്സിനകത്ത് ഈ ഐറ്റംസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു പാനിപ്പൂരിയുടെ ലുക്കിൽ തന്നെ കിട്ടും. അപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പാനിപ്പൂരി ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടാറ്റാ ബൈ ബൈ, സീ യു.